യഥാർത്ഥത്തിൽ ഒരു ടെലിവിഷൻ ചാനൽ നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായി കണ്ടാൽ ലോകത്ത് നിന്ന് നിങ്ങൾ കട്ട് ഓഫ് ആയി പോകുന്ന അവസ്ഥ. That doesn't make a change in the society or what we do. അല്ലെങ്കിൽ ജേർണലിസ്റ്റിന്റെ മുന്നിലുള്ള വാർത്ത എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. ഒരു സ്ത്രീകളുടെ അവസ്ഥ അവിടെ എടുത്ത് പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറത്തോളം മണിപ്പൂർ എന്നൊരു സ്ഥലത്താണ് ഇത് നടന്നത്. അത് ഞാൻ അറിഞ്ഞതൊരു ഇൻസ്റ്റാഗ്രാം ന്യൂസിന്റെ പ്ലാറ്റ്ഫോം വഴിയാണ്. ആ വാർത്ത നിങ്ങൾ വിശ്വസിക്കുകയാണോ അതോ ആസ്വദിക്കുകയാണോ ചെയ്യുന്നത്? ജോയിന്റ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് ശങ്കരൻ, ജോയിന്റ് സ്റ്റോറിയുടെ ഫൗണ്ടിങ് എഡിറ്റേഴ്സിൽ ഒരാളാണ്. ഞാൻ ജേർണലിസം പഠിക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയ കാലത്ത് ഇന്ത്യയിലെ ഒരു ഭരണകൂടത്തെ ജേർണലിസ്റ്റുകൾ തള്ളി താഴിടുകയായിരുന്നു. 1984 അധികാരത്തിൽ വന്ന 4/3 ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി സർക്കാരിനെ ജേർണലിസ്റ്റുകൾ ലിറ്ററലി തള്ളി താഴിടുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ജേർണലിസത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അട്രാക്റ്റഡ് ആവുന്നത്. ചിത്ര സുബ്രഹ്മണ്യവും എൻ റാമും ഒക്കെ ബോഫോഴ്സ് കോഴയെക്കുറിച്ചുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകൾ നിരന്തരം പ്രസിദ്ധീകരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരുന്നു. ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. പാർലമെൻറ്റിൽ വളരെ ശുഷ്കമായിരുന്ന ഒരു പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കിക്കൊണ്ട് ഭരണപക്ഷത്തെ നിശിതമായി വിമർശിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ മറുപടി പറയാൻ പറ്റാതെ വരുന്നു. കേരളത്തിൽ നിന്ന് അന്ന് MP ആയിരുന്ന KP ഉണ്ണികൃഷ്ണൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ അവിടെ ഇരിക്കണം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന് വിഷ്വൽ മീഡിയ ഇല്ല. വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ ദൂരദർശനുണ്ട്, പക്ഷേ കേരളത്തിൽ അത്രത്തോളം അവൈലബിൾ ആയി തുടങ്ങിയിരുന്നില്ല. പത്രങ്ങളിലാണ് ഇതൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ വായിച്ച് ഒരു ഭരണകൂടത്തെ ചോദ്യത്തിൻ്റെ മുനയിൽ നിർത്താൻ പാകത്തിൽ ശക്തിയുള്ള ഒരു ആയുധമാണ് മാധ്യമപ്രവർത്തനം എന്ന തിരിച്ചറിവിലാണ്, അല്ലെങ്കിൽ എന്ന അറിവിലാണ് ഞാൻ ജേർണലിസം പഠിക്കാൻ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ജേർണലിസം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ കാലത്തും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് ഭരണകൂടത്തെ ഓഡിറ്റ് ചെയ്യാനും അതിനെ വിമർശിക്കാനും നയനിലപാടുകളിൽ മാറ്റം വരുത്തിക്കാനും ഒക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ശക്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ജേർണലിസം പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ജേർണലിസ്റ്റുകളായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാധ്യമ സ്ഥാപനം ഡിസൈൻ ചെയ്യാൻ, അതിൻ്റെ ഒരു എഡിറ്റോറിയൽ മുഴുവൻ ഡിസൈൻ ചെയ്ത് അത് ഇൻ പ്ലേസ് ആക്കി വർക്ക് ചെയ്യിക്കാൻ പാകത്തിലേക്കുള്ള ഒരു അനുഭവ പരിചയമൊക്കെ സിദ്ധിച്ച് ഞങ്ങൾ ഈ ജേർണലിസം തുടങ്ങാറാകുമ്പോഴത്തേക്കും ജേർണലിസം തന്നെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. അത് ഭരണകൂടത്തിന് വേണ്ടി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലം നന്നായി മനസ്സിലാക്കുന്ന ദേശീയ സാഹചര്യമൊക്കെ നിങ്ങൾ നാഷണൽ മീഡിയ എങ്ങനെയാണ് മാറിയത്. ഞാൻ ഈ 1984-89 കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് 2014 ശേഷം ഇന്ത്യൻ മീഡിയ മാറിയത് എന്ന് നിങ്ങളൊരു പക്ഷേ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് ചില ഘട്ടങ്ങളിലെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ മീഡിയ ഏതാണ്ട് ഭരണകൂടത്തിൻ്റെ പ്രൊപ്പഗാൻഡ മെക്കാനിസമായി മാറി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തെ വിമർശിക്കാൻ ഏതെങ്കിലും തരത്തിൽ തയ്യാറാകുന്ന ചെറിയ മാധ്യമങ്ങളെപ്പോലും ഭരണകൂടം വേട്ടയാടുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദ വയർ പോലെ അല്ലെങ്കിൽ ആൾട്ട് ന്യൂസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഭരണകൂടം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. വയറിൽ എത്ര തവണ റെയ്ഡ് നടന്നു എന്ന് വയർ നടത്തുന്ന ആളുകൾക്ക് പോലും അറിയില്ല. എത്ര തവണ റെയ്ഡ് നടന്നു എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൗണ്ട് ചെയ്ത് 5 തവണ അല്ലെങ്കിൽ 6 തവണ എന്ന് പറയാൻ പറ്റില്ല. അവർക്കൊന്ന് ആലോചിക്കരുത് എത്ര തവണ നടന്നു എന്ന്. ആ അവസ്ഥയിലാണ് വയർ നടത്തുന്ന ആളുകളുള്ളത്. അവർക്കെതിരെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കേസുണ്ട് എന്ന് ചോദിച്ചാലും അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എന്ന് ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലയിടത്ത് സെഡീഷനാണ്, ചിലയിടത്ത് മറ്റ് പല വകുപ്പുകളുമാണ്, ചിലയിടത്ത് UAPA ആണ്. അങ്ങനെ ആ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ മീഡിയ രംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഭരണകൂടത്തെ വിമർശിക്കാൻ ശ്രമിക്കുന്ന എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്നു.
മീഡിയയിൽ ഇന്ത്യൻ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ മാധ്യമ സംരംഭങ്ങളും ഭരണകൂടത്തിന് വേണ്ടി എഴുതുകയോ പറയുകയോ ദൃശ്യങ്ങൾ ചമയ്ക്കുകയോ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാഷണൽ സിനാരിയോ മീഡിയയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇതാണ്. രാജീവ് പറഞ്ഞത് ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിൻ്റെ ട്രാൻസിഷനെ കുറിച്ചാണ്. കേരളത്തിലെ കാര്യമെടുത്താലും യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലും അതിൻ്റെ ബിസിനസ് എന്ന നിലയിൽ അത് വളരെ വലിയ തോതിൽ ഫ്ലറിഷ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വളരെ പാരഡോക്സിക്കലായ ഒരു അവസ്ഥയാണുള്ളത്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത, ഓരോ ഘട്ടത്തിലും തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു. ചിലർ സഭകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, മതസംഘടനകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ വൈകി ആണ് ജേർണലിസം തന്നെ ഐഡിയോളജി ആയിക്കൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയത്. ഇപ്പോൾ ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ, ഈ 2 സ്ഥാപനങ്ങളാണ് പ്രധാനമായും ജേർണലിസം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 വർഷമായി നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ കേരളത്തിലെ മീഡിയയെക്കുറിച്ച് വലിയ തോതിലുള്ള ഉത്കണ്ഠ ജനസമൂഹത്തിന് മൊത്തത്തിലുണ്ട്. ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് മാധ്യമ സെമിനാറുകളാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നടന്നത്. നിങ്ങളൊരു കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ അതിനോട് ചേർന്ന് സൈഡ് ലൈനിൽ ഒരു മാധ്യമ സെമിനാർ ഉണ്ടാകും. ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് സൈഡിലൂടെ ഒരു മാധ്യമ സെമിനാർ ഉണ്ടാകും. ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിലൊരു മാധ്യമ സെഷൻ ഉണ്ടാകും. ഒരു പക്ഷേ ഒരു ലിംഗ്വിസ്റ്റിക് സൊസൈറ്റി എന്ന നിലയിൽ ലോകത്ത് ബ്രിട്ടൻ കഴിഞ്ഞാൽ തങ്ങളുടെ മാധ്യമങ്ങളെക്കുറിച്ച് ഇത്രയേറെ ഉത്കണ്ഠയുള്ള മറ്റൊരു സൊസൈറ്റി ഉണ്ടാവില്ല. ഞങ്ങൾക്ക് വാർത്ത തരുന്ന സ്ഥാപനങ്ങളുടെ പിന്നിലെ താല്പര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുന്ന തരത്തിൽ വലിയ തോതിൽ ജനങ്ങൾക്ക് മാധ്യമങ്ങളെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. പാരലലി മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അതിൻ്റെ മൂലധന താല്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നത്. എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നുകിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ, അവരുടെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്, എല്ലാവരും പർച്ചേസ് ചെയ്യപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത കേരളത്തിലാകെ സ്പ്രെഡ് ചെയ്യുന്നതിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ വലിയ എഫർട്ട് കഴിഞ്ഞ 10-15 വർഷമായി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടിനും ഇടയിലാണ് യഥാർത്ഥത്തിൽ സത്യം എന്നാണ് എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം. കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ കാര്യമായ തോതിൽ ട്രിവിയലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷുദ്രമായ വാർത്തകൾ ആണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത് എന്നതൊരു സത്യമാണ്. അതേസമയം മാധ്യമങ്ങളെ മുഴുവനായും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള എഫേർട്ടിനെ നമ്മൾ ആ നിലയിൽ തന്നെ കാണേണ്ടതുമുണ്ട്. കേരളത്തിലെ ഈ ഒരു അവസ്ഥ, അതായത് കേരളത്തിൽ ഇപ്പോൾ 10 ചാനലുകളുണ്ട്. ദേശീയ തലത്തിൽ മൊത്തം പോപ്പുലേഷൻ്റെ ഏതാണ്ട് 10% ആളുകൾ മാത്രമാണ് ചാനലുകളിലൂടെ വാർത്ത കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസിൻ്റെ കൺസ്യൂമേഴ്സായിട്ടിരിക്കുന്നതെങ്കിൽ, കേരളത്തിലെ ജനസംഖ്യയുടെ 20% മേലെ ന്യൂസിൻ്റെ കൺസ്യൂമേഴ്സാണ്. അതായത് ഇത്രയേറെ ന്യൂസ് കൺസ്യൂമേഴ്സ് ഉള്ള മറ്റൊരു സമൂഹം വേറെയില്ല. അതേസമയം തന്നെ ഈ സൊസൈറ്റിക്ക് നമ്മുടെ വാർത്തയിലും വാർത്ത അവരിലേക്ക് കൊടുക്കുന്ന ജേർണലിസ്റ്റുകളിലും ഈ ജേർണലിസ്റ്റുകളെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം വളരെ താഴേക്ക് പോയിരിക്കുന്നു. വലിയൊരു ക്രെഡിബിലിറ്റി ക്രൈസിസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രാജീവ് ഇവിടെ പറഞ്ഞത് ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുടെ ക്രൈസിസിനെ കുറിച്ചാണ്. അതിനൊരു കാരണം നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയി ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ റിലയൻസ് പോലെ ഉള്ള സ്ഥാപനങ്ങൾ വലിയ നെറ്റ്വർക്കുകളെ ഏറ്റെടുത്ത് സർക്കാരിന് അനുകൂലമായ, സർക്കാരിന് എതിരെ ഒന്നും പറയാത്ത സ്ഥാപനങ്ങളാക്കി വലിയ നെറ്റ്വർക്കുകളെ കൺവേർട്ട് ചെയ്ത കാര്യം നമ്മൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിൽ പക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല. എന്നിട്ട് പോലും ഇതിൻ്റെ ക്രെഡിബിലിറ്റി പാരാമീറ്റേഴ്സ് വളരെ താഴേക്ക് പോകുന്നു.
ഇതിനാരാണ് ഉത്തരവാദികൾ? ഇൻവെസ്റ്റേഴ്സ് മാത്രമാണോ? ഇതിൽ നിക്ഷേപം നടത്തിയ ആളുകളുടെ താല്പര്യം മാത്രമാണോ യഥാർത്ഥത്തിൽ ഇതിന് കാരണം? അതോ ജേർണലിസ്റ്റുകൾക്ക് തന്നെ അതിൽ പങ്കുണ്ടോ? ഞങ്ങൾക്കൊക്കെയുള്ള അഭിപ്രായം അതിൽ പകുതി പങ്ക് ജേർണലിസ്റ്റുകളുടേതാണ് എന്നാണ്. ജേർണലിസ്റ്റുകൾ തന്നെ ഈ രംഗത്ത് വന്ന ഒരു മത്സരത്തോട് അഭിമുഖമായി നിന്നുകൊണ്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വാർത്തകളെ ട്രിവിയലൈസ് ചെയ്ത് ക്ഷുദ്രമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ടെലിവിഷൻ ചാനൽ നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായി കണ്ടാൽ ലോകത്ത് നിന്ന് നിങ്ങൾ കട്ട് ഓഫ് ആയി പോകുന്ന അവസ്ഥ, ലോകത്തിൻ്റെ വാർത്തകളൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല. ഈ ചാനലുകളിൽ അന്നന്ന് അവർ പ്ലാൻ ചെയ്ത് ഡ്രാമറ്റൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന വളരെ ഒരു നിരാശാജനകമായൊരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. മാധ്യമപ്രവർത്തകരാണ് ആദ്യം തിരുത്തേണ്ടത് എന്ന് ആത്മവിമർശനപരമായി കാണുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. മാധ്യമപ്രവർത്തകർ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചവർ തന്നെയാണ് അതിന് തിരുത്താൻ മുന്നോട്ട് വരേണ്ടത് എന്ന്. അതോടൊപ്പം മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങൾക്കും അതിൽ ഭാവിയിൽ വലിയൊരു പങ്കുണ്ടാകും. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജോയിൻ ദ സ്റ്റോറി എന്ന പേരിൽ ഞങ്ങൾ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് കേരളത്തിലെ പുതിയ തലമുറയിൽ നിന്ന് എന്താണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്, അവരുടെ സ്വപ്നത്തിലുള്ള സ്ഥാപനം എന്താണ്, അവരുടെ സ്വപ്നത്തിലുള്ള ജേർണലിസം എന്ന പ്രൊഫഷൻ എങ്ങനെയാണ്, സമൂഹവുമായി അവർക്കുള്ള കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ സമൂഹത്തെ സെർവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിന് ഏത് തരം മാറ്റങ്ങളാണ് ഈ രംഗത്ത് കൊണ്ടുവരേണ്ടത്, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള ഐഡിയ, ആശയങ്ങൾ, ഇത് പങ്കുവെക്കപ്പെടാനാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ടെലിവിഷൻ കാണുന്നുണ്ട്? കൈപൊക്കിയാൽ മതി. അതാണ് അവസ്ഥ. ഓക്കെ, നിങ്ങൾ പ്രധാനമായും ടെലിവിഷനെയാണോ വാർത്തയ്ക്കായി ആശ്രയിക്കുന്നത്? ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ ടെലിവിഷൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ടെലിവിഷനല്ല വാർത്തയ്ക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത്, ആണോ? എന്തുകൊണ്ടാണ്? സർ, മെയിനായിട്ട് ടെലിവിഷൻ ഇപ്പോൾ ഞാൻ ഹോസ്റ്റലറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ വാർത്താ ചാനലുകൾ മെയിനായിട്ട് കൺസ്യൂം ചെയ്യാറ്. അതല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോൺ തന്നെയാണ്, ഫോണിലൂടെ വരുന്ന. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റീസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ, വാർത്താ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതിൽ കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഫോളോ ചെയ്യാറുണ്ട് വാർത്താ ചാനലുകളുടെ. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് ന്യൂസ് കൺസ്യൂം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാനലുകളുടെ ഹാൻഡിൽസ്? മലയാള മനോരമ, 24 ന്യൂസ് ചാനൽ, നമ്മുടെ ഹിന്ദു, അങ്ങനത്തെ. ഏത് പ്ലാറ്റ്ഫോമായിട്ട്? ഇൻസ്റ്റഗ്രാം. അതിൽ കിട്ടുന്ന കണ്ടന്റിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ, വാർത്ത ആവണം എന്ന് എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. വാർത്ത ആവണമെന്ന് അതിന് മാത്രം മൂല്യമില്ലാത്ത ചെറിയ ചെറിയ ന്യൂസ് വരെ ഇങ്ങനത്തെ ഹാൻഡിലുകളിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇങ്ങനൊരാൾ ഇന്നത് പറഞ്ഞു. ദാറ്റ് ഡസൻറ്റ് മേക്ക് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ഓർ വാട്ട് വി ഡു. അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിലേക്ക് കൊടുക്കാത്തിടത്തോളം അത്രയും ചെറിയ കാര്യങ്ങൾ വരെ ഇങ്ങനത്തെ ഹാൻഡിലുകളിൽ അവർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് മുഴുവൻ അതിൽ കിട്ടുന്നുണ്ടോ? ഇല്ല സർ, ഈ പറഞ്ഞ പോലെ ചില ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കതും എത്ര ക്രെഡിബിൾ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ചില ഈ കോൺസ്പിറസി തിയറീസ് പോലെ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയും ഇതിനും ഒരു വശമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ US-ലൊക്കെ ഫോക്സ് ന്യൂസ് അങ്ങനത്തെ ഒരു ചാനലുണ്ടല്ലോ, അവരൊക്കെ ആ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ട്രംപ് ഗവൺമെൻറ്റിനെ അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലുള്ളൊരു പേടി ഇല്ല എന്നല്ല, നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് എല്ലാ മാധ്യമങ്ങളും എത്തുമോ എന്നുള്ളൊരു പേടി ഇല്ലായികയില്ല. കോൺസ്പിറസി തിയറി എന്നൊരു പ്രതിഭാസമുണ്ട് എന്ന് യു ആർ അവെയർ ഓഫ് ഇറ്റ്? യെസ്. പത്രം വായിക്കുന്ന എത്ര പേരുണ്ടാവും? കുറച്ചുകൂടെ ആളുകളുണ്ട്.
ഡിവൈസ് മാറുക മാത്രമാണോ ചെയ്തത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ടെലിവിഷനിൽ നിന്ന് മാറി ടെലിവിഷൻ ഫോണിലേക്ക് മാറുക മാത്രമാണോ, അതോ വാർത്തയുടെ പാറ്റേണിൽ തന്നെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെലിവിഷനെ അല്ല. പക്ഷേ ചില ചർച്ചകളും കാര്യങ്ങളും അതുപോലുള്ളതും ഇപ്പം ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയാസിലൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു പോർഷൻ അല്ലെങ്കിൽ യൂട്യൂബിലാണേലും അങ്ങനെ സമയം കിട്ടുമ്പോൾ കണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷേ ടെലിവിഷൻ അങ്ങനെ പൂർണ്ണമായിട്ടും ടെലിവിഷൻ യൂസ് ചെയ്ത് വാർത്ത നമ്മൾ അറിയുന്നു എന്നുള്ളത് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയ ആണ് കൺസ്യൂം ചെയ്യുന്നത്. ബിക്കോസ് എളുപ്പമുണ്ട് വാർത്ത അറിയാനും, പിന്നെ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പൊതുവേ മാധ്യമങ്ങൾ ടെലിവിഷനിൽ അവരെന്താണോ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ ഡിഫറെൻറ്റ് പേജസ് ഉണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, ഒത്തിരി ജനറൽ നോളജ് അങ്ങനെ കറണ്ട് അപ്ഡേറ്റ്സ്, കറണ്ട് അഫയേഴ്സ് പേജസ്, പിന്നെ നമ്മുടെ മീഡിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലല്ലോ. ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ജേർണലിസ്റ്റ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ജേർണലിസ്റ്റിന്റെ മുന്നിലുള്ള വാർത്ത എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരിക എന്നുള്ളതല്ലല്ലോ ജേർണലിസ്റ്റിന്റെ പണി. നമ്മൾ ആഗ്രഹിക്കാത്തത് എന്ന് പറയുമ്പം നമ്മളെല്ലാം അറിയണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാവും. ചില കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം രാഷ്ട്രീയം മാത്രമല്ല, എക്കണോമി മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ചിലപ്പം എല്ലാ മീഡിയയിലും കണ്ടെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക് പേജിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഞാൻ എന്താണോ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അൽഗോരിതം അനുസരിച്ച് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ജോണറിലുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതല്ലേ ഉള്ളൂ. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അങ്ങനെയാണ്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന് കരുതാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ റിലേ ചെയ്യുന്നത് ഈ ടെലിവിഷൻ പേജുകളെ തന്നെ. ഈ ടെലിവിഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിപ്പോർട്ടർ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ടറിൻ്റെ പേജ് തന്നെ അതിൽ പ്രിഫർ ചെയ്യുന്നു. അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ന്യൂസുകൾ ചെറിയ രൂപത്തിൽ പോസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ റീൽസായിട്ടും നമുക്ക് അറിയാൻ പറ്റും. അപ്പം ടെലിവിഷൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ ടെലിവിഷനെക്കാട്ടിലും ഇപ്പം റിലേ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയും അവിടുത്തെ ഇതൊക്കെയാണ്. സോഷ്യൽ മീഡിയയിലെ വ്യക്തികളെയാണോ വിശ്വസിക്കുന്നത്? സോഷ്യൽ മീഡിയയിലെ വ്യക്തികളല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ TV ഉണ്ടല്ലോ, ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ തന്നെ പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള ഇതിലും. അപ്പം ഈ റിപ്പോർട്ടർ TVയുടെ ന്യൂസുകളെല്ലാം തന്നെ 24 ആണെങ്കിലും ശരി, മനോരമയാണെങ്കിലും ശരി, അവരുടെ ന്യൂസുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ചെറിയൊരു ന്യൂസ് ആണെങ്കിലും വലിയൊരു ന്യൂസ് ആണെങ്കിലും ഏതൊരു ന്യൂസ് ആണെങ്കിലും അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടെലിവിഷനിൽ രാത്രി ചർച്ച കാണുന്നത് ആ ഒരു രാഷ്ട്രീയ ഇതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച കാണുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ മീഡിയയ്ക്കും എല്ലാ ന്യൂസിനും ആശ്രയിക്കുന്നത് ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഫേസ്ബുക്കും, അങ്ങനെ സോഷ്യൽ മീഡിയ. അതാണ് ആ വാർത്ത നിങ്ങൾ വിശ്വസിക്കുകയാണോ അതോ ആസ്വദിക്കുകയാണോ ചെയ്യുന്നത്? ആ വാർത്ത വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ അത് അറിയാനുള്ളൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ടെലിവിഷനിലും അത് വിശ്വസിക്കുവാണോ അല്ലെങ്കിൽ ആസ്വദിക്കുവാണോ അന്ന് ഒരു സെയിം അല്ല. കാരണം ടെലിവിഷനിൽ അവരെന്താണോ പറയുന്നത് അതുതന്നെയാണ് അവർ അവരുടെ പേജിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് പൊതുവേ ഇപ്പം എല്ലാവരും എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈസ് മാറുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ടെക്നോളജിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഈ ചുമരിൽ ഒട്ടിച്ച ടെലിവിഷന് പകരം നമ്മൾ ഫോണിലേക്ക്, നമ്മളുടെ പേഴ്സണൽ ഡിവൈസിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും ഈ 5G ഒക്കെ വന്നതോടുകൂടി അത് വളരെ എഫേർട്ട്ലെസ് ആയി നമുക്ക് കാണാൻ പറ്റും എന്ന സാഹചര്യമുണ്ട് എന്നതാണ്. അതിനേക്കാൾ നിങ്ങളൊരു ബ്രാൻഡ് ആയ ഒരു ന്യൂസ് റൂമിനെ, ഒരു ന്യൂസ് ഔട്ട്ലെറ്റിനെയാണോ വിശ്വസിക്കുന്നത്, അതോ സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയാണോ വിശ്വസിക്കുന്നത്? ഇൻഫ്ലുവൻസേഴ്സ് അവരെ ശരിക്കും വിശ്വസിക്കാറില്ല. ബിക്കോസ് അവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹിഡൻ അജണ്ട, മോട്ടീവ് അത് ന്യൂസ് ചാനലുകൾക്കും ഉണ്ട്. ഇപ്പം സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 2014 ശേഷം കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ന്യൂസ് ചാനലും ഇങ്ങനെയൊക്കെ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു അംബാസഡർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊമോട്ടേഴ്സായിട്ട് മാറിയതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് ഒരിക്കലും ഒരു മീഡിയ പേഴ്സൺസ് അല്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ക്രെഡിബിളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സസ് ആണ് ഈ ന്യൂസ് ചാനൽസ്.
അപ്പോൾ ആ ന്യൂസ് ചാനൽസ് തന്നെ അവരുടെ വാർത്തകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും ഇപ്പം എക്സ് ആണെങ്കിലും ശരി, ത്രെഡ്സ് ആണെങ്കിലും ശരി, അങ്ങനെ തരുമ്പം അത് നമ്മൾ അതങ്ങ് ആ ഒരു വാർത്ത അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പം നിലനിൽക്കുന്ന വാർത്താ സംവിധാനം ഏതാണ്ട് വിശ്വാസയോഗ്യമാണ് എന്നാണ് നിങ്ങൾ ഭൂരിപക്ഷവും കരുതുന്നത്, അങ്ങനെയാണോ? അല്ല, സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം ന്യൂസിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഒക്കെ കാണുന്നത് അല്ല കേൾക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസാണ്. അത് യൂട്യൂബിൽ അതിൻ്റെ ചാനലുണ്ട്, അതിലൂടെ കേൾക്കാം. അപ്പം നമുക്കധികം ബഗ്ഡ് അല്ലാത്ത, എക്സാജറേഷൻസ് ഇല്ലാത്ത, ക്ലിയർ ആയിട്ടുള്ള, ഫിൽട്ടർ ചെയ്യാത്ത ന്യൂസ് കിട്ടും, കറക്റ്റായിട്ടുള്ള ന്യൂസ്. അപ്പം അത് നമുക്കൊരു 10 മിനിറ്റ് അല്ല 20 മിനിറ്റ്സ് കാണുന്നത് വേർത്താണ്. അതിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് അത്ര, അതായത് ഒരു പർട്ടിക്കുലർ പാർട്ടീനെയോ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെയോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല, ഓവറോൾ എല്ലാ ന്യൂസും തരാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും മറ്റ് ടെലിവിഷൻ ചാനലുകളിൽ തന്നെ യൂട്യൂബ് പ്ലാറ്റ്ഫോംസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ 24-ൻ്റെയോ അല്ലെങ്കിൽ മനോരമയുടെയൊക്കെ പേജിൽ, യൂട്യൂബ് പേജിൽ പോയിട്ട്, അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ തത്സമയം അറിയാൻ, കുറച്ചുകൂടി വിഷ്വൽസ് ഒക്കെ കാണാനൊക്കെ, പിന്നെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ നല്ലത് ടെലിവിഷനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ AIR കാണുന്നു കേൾക്കുന്നു എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അവൈലബിൾ സോഴ്സ് അതായതുകൊണ്ടാണോ അതോ അത് മതി എന്നുള്ളതുകൊണ്ടാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയേണ്ടത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ്, നാഷണലാണെങ്കിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതാണെങ്കിലും എനിക്കറിയേണ്ടത്. അപ്പം പൊതുവിൽ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ന്യൂസ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഒത്തിരി വലിയ ലെങ്തി അല്ലാതെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പോകുമ്പം ടൈമിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് പാർട്ട് ടൈം വർക്കും പിന്നെ സ്റ്റഡീസും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടപ്പം എനിക്ക് കൂടുതൽ പ്രിഫറബിൾ കേട്ടു പോകാൻ, അതായത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ന്യൂസ് കേൾക്കും, യൂട്യൂബിൽ പ്ലേ ചെയ്യാം, നമുക്കിപ്പോൾ വർക്ക് ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് കൂടുതൽ വേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വോട്ടെണ്ണലിൻ്റെ ലിസ്റ്റ്, പട്ടിക, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ നമുക്കൊരു പാർലമെൻറ്റ് ചർച്ചയുടെ ന്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ടുള്ള അപകടം അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് വിഷ്വൽ കാണാൻ താല്പര്യമുള്ളപ്പോൾ കൂടുതലായിട്ടും ടെലിവിഷൻ ന്യൂസ് കാണും. അതായത് യൂട്യൂബ് പ്ലാറ്റ്ഫോം വഴി കാണുന്നത്, കാരണം ഇപ്പോൾ ഞാൻ ഹോസ്റ്റലർ ആയതുകൊണ്ട്. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ടെലിവിഷനിൽ, അതായത് ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ മരിച്ച സമയത്ത്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം മരിച്ച സമയത്ത്, അതേ ദിവസം തന്നെയാണ് മണിപ്പൂരിൽ സ്ത്രീകൾ വളരെ ക്രൂരമായിട്ട്, അതായത് പച്ചയ്ക്ക് കത്തിച്ച ഒരവസ്ഥയുണ്ടായത്. അതും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികൻ്റെ ഭാര്യയെ വരെ നഗ്നയാക്കി പച്ചയ്ക്ക് കത്തിച്ച സമയം. എന്നിട്ട് പോലും നമ്മുടെ ഒരു ന്യൂസ് ടെലിവിഷൻ ചാനലിൽ പോലും ഈ ന്യൂസ് ഹെഡിൽ വന്നില്ല, ഹെഡ്ലൈൻസിൽ പോയിട്ട് വായിച്ചാട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. അവർ പറഞ്ഞത് മുഴുവൻ, ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയോട് എനിക്ക് വിരോധമില്ല, പക്ഷെ ഞാനൊരു സാമൂഹിക യാഥാർത്ഥ്യം പറയാണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിൻ്റെ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നിന്നത്. അപ്പം ആ ഒരു സ്ത്രീകളുടെ അവസ്ഥ അവിടെ എടുത്ത് പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറത്തോളം മണിപ്പൂർ എന്നൊരു സ്ഥലത്താണ് ഇത് നടന്നത്. അത് ഞാൻ അറിഞ്ഞതൊരു ഇൻസ്റ്റാഗ്രാം ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോം വഴിയാണ്. ഇങ്ങനൊരു പോസ്റ്റ് വന്നു, അതിൽ കുറേ ആളുകൾ ഇതിന് വേണ്ടി സ്റ്റോറി ഇട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് പോകും. ബട്ട് സ്റ്റിൽ എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ സിറ്റുവേഷൻ. പിന്നെ ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീനെ കൂടുതൽ ഇതാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം അത് VS അച്യുതാനന്ദൻ്റെ മരണമാണെങ്കിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആണെങ്കിലും അവർ ആളുകൾക്ക് വ്യൂവിന് വേണ്ടിയുള്ള ഒരു ഒരു തള്ളവിടെ നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിനായിട്ടും ഐ തിങ്ക് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ്. സൊസൈറ്റിയെ ഫോക്കസ് ചെയ്യുന്നതാണ്. മണിപ്പൂർ പോലുള്ള സംഗതികളൊക്കെ നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ? സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഇന്ത്യൻ സിറ്റിസൺ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ത്രീയും അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇവിടെയുള്ളൊരു സ്ത്രീ ആണെങ്കിലും കേരളത്തിലൊരു സ്ത്രീ മരണപ്പെട്ടാലും രാഷ്ട്രീയ പ്രവർത്തകയാണെങ്കിലും അതൊരു സിനിമാ നടിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഇന്ത്യയിലുള്ള ഒരു വ്യക്തി അല്ല പോട്ടെ, ഇന്ത്യ പോട്ടെ പുറത്താണെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് എന്നെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമല്ലേ ഈ മണിപ്പൂർ എന്ന് പറയുന്ന, മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസീനെ അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള
ഒരു കാര്യം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പം രാജ്യത്ത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ ഗാസ ആണെങ്കിലും ഒരു വിഭാഗം മാധ്യമങ്ങൾ അത് വലിയ ഇതായിട്ട് പറയുന്നു, ചിലർ അതിനെക്കുറിച്ച് പറയുന്നു പോലുമില്ല. ട്രംപിനെ കുറിച്ച് പറയുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, ട്രംപിനെ അനുകൂലിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓരോ പാർട്ടിക്കാരെയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അനുകൂലിക്കുന്നവരുണ്ട്, അവരെ പ്രതികൂലിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇതെല്ലാം അറിയേണ്ട ഒരു ആഗ്രഹമില്ലേ? അപ്പം ഇതെല്ലാം എവിടെയാണോ കിട്ടുന്നത് അവിടെയാണല്ലോ നമ്മൾ റിലേ ചെയ്ത് പോവുക. അതറിയാനുള്ള നമുക്കെല്ലാം അറിയണമെന്നൊരു ഇത് കാണുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തരുന്നില്ല എന്നാണോ കേട്ടില്ല. എക്സിസ്റ്റിംഗ് മീഡിയ ഇപ്പോൾ മണിപ്പൂർ അന്ന് ഇവിടെ സൂചിപ്പിച്ചു, ഗാസയുടെ കാര്യം നിങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ല വിവരങ്ങളായിട്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇപ്പോ എന്തുകൊണ്ടാവും അത്? എന്താണ് അത് എത്താതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിൽ പൊതുവേ നമ്മുടെ മാധ്യമങ്ങളെ വിമർശിക്കാൻ എന്താ പറഞ്ഞാൽ, ഇന്നൊരു കാര്യം കിട്ടും, നാളെ വേറൊരു കാര്യം കിട്ടും. അപ്പോൾ ഇന്ന് കിട്ടിയ കാര്യം നാളെ ഉപേക്ഷിക്കും. അങ്ങനെയാണ് പൊതുവെ മാധ്യമങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ നാളത്തെ കാര്യം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നാളെ നാളത്തെ കാര്യം കൊടുക്കുമ്പോൾ ഇന്നലത്തെ കാര്യം മൊത്തം അത് ഉപേക്ഷിച്ച് കളയുന്നതും ശരിയായ നടപടി അല്ലല്ലോ. ഇപ്പം രാഹുൽ മാങ്കൂട്ടം വന്നു, അത് കഴിയുമ്പം ദിലീപിന്റെ വിധി വന്നു, എലക്ഷൻ വന്നു, അതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവല്ലേ. അപ്പൊ നാളെ എന്താ സംഭവിക്കുന്നുണ്ടല്ലോ, എല്ലാം സംഭവിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം സംഭവിക്കുന്നുള്ള സമയത്ത് ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ടിന്റെ അന്ന് നമ്മൾ വേറെ ഏതെങ്കിലും വാർത്ത കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇലക്ഷന്റെ ഇതായിരിക്കും. അപ്പൊ ആ ഒരു ദിവസം ഇന്ത്യയിൽ, രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു വാർത്തയും കൂടെ നമ്മൾ അറിയേണ്ട. ഇതിനൊക്കെ കൺസ്യൂമേഴ്സ് ഉണ്ടോ? ഈ പറയുന്ന ലോകത്ത് എന്ത് നടന്നു, ഇപ്പോ അല്ലെങ്കിൽ അമേരിക്കയിൽ എന്ത് നടന്നു, ബ്രസീലിൽ എന്ത് നടന്നു, സുഡാനിൽ എന്ത് നടന്നു, ഇതൊക്കെ അറിയാൻ ആർക്ക് താല്പര്യം? എന്ത് താല്പര്യമുണ്ട്? ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് വേറൊരാളെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. എനിക്ക് താല്പര്യമുണ്ട് പേഴ്സണലി. ഞാൻ ലോകത്തിന് ചുറ്റും നടക്കുന്ന അത് അനീതിയായാലും നീതിയായാലും അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആയാൽ പോലും അത് എനിക്കറിയണം എന്നുള്ളത് എൻ്റെ പേഴ്സണലി ഉള്ള എൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ പറയാം യങ്സ്റ്റേഴ്സ് എന്ന് പറയാം, ഞാൻ അതിൽ നിന്ന് വിട്ടുമാറി പറയാം. എൻ്റെ അമ്മയുടെ ജനറേഷൻ, എൻ്റെ അമ്മയ്ക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ ഒന്നും നടക്കുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് പുള്ളിക്കാരത്തി അറിയും ഇങ്ങനെയും ഉണ്ടോ, ഇതെന്തുകൊണ്ട് അറിയുന്നില്ല. അപ്പൊ ഇത് പറയുന്നില്ല, അതുകൊണ്ട് അറിയുന്നില്ല. ഇപ്പൊ സർ സുഡാന്റെ കേസ് പറഞ്ഞു. സുഡാന്റെ കേസൊന്നും എന്താ പറയാ, അത്രയും ക്രൂരമായൊരു വോർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രിപ്പ് അവിടെ നടക്കുമ്പോൾ അതൊന്നും അതിന് കിട്ടേണ്ട ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മുടെ നാട്ടിലെ മീഡിയാസ് അത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോക്സിമിറ്റിയുടെ വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് എവിടെ ന്യൂസ് അത് എന്ത് നടന്നാലും അത് അറിയണം എന്നുള്ളത് എൻ്റെ താല്പര്യമാണ്. ഞാൻ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളത് ഇത്രയും പേരും എനിക്ക് ഉറപ്പായിട്ട് പറയും ഇവരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സിന്റെ അളവ് കുറഞ്ഞു വന്നതുകൊണ്ട് വാർത്ത ചെറുതാവുന്നില്ലല്ലോ. എന്തുകൊണ്ടാവും ചാനലുകൾ ഇങ്ങനെ മാരത്തോൺ ഇത് കൊടുക്കുന്നത്? മറ്റു വാർത്തകളെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടാവും? പ്രോഫിറ്റ്. TRP നിങ്ങൾ കേട്ടുകേൾവി പറയുന്നല്ലേ? അതെ. അതായത് ഇപ്പോൾ നമ്മൾ മറ്റേ അർജുൻ എന്ന് പറഞ്ഞ ഒരാള് ലോറി മണ്ണ് വീണ് മരിച്ച സമയത്ത് 10-18 ദിവസത്തോളം ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് ഇയാളെ കിട്ടുന്നവരെ പറഞ്ഞിട്ട് അടുത്ത ദിവസം നെഹ്റു ട്രോഫി വള്ളംകളി തിത്തിത്തൈ എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ അത് മാറി. ആ ഒറ്റ മൊമെന്റിൽ അതൊരു ടോപ്പിക്ക് പെട്ടെന്ന് മാറി. അപ്പൊ അത്രയും ദിവസം ആൾക്കാരുടെ വികാരത്തെ ഷിരൂരിലെ അർജുൻ എന്ന യുവാവ് പെട്ട ആ ട്രാജഡി അത്ര കവർ ചെയ്തതിനെ കുറിച്ച്, അതുവരെ കവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതുവരെ കവർ ചെയ്യുന്നത് ഞാൻ പറയട്ടെ, അതുപോലെ ധാരാളം മരണങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആളെ കണ്ടെത്താത്തതുകൊണ്ട് അത് കുറച്ച് ഗവൺമെന്റിന് കുറ്റം പോയി, കുറച്ച് പോലീസുകാർക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ ഇത് പലരുടെയും വീഴ്ചയാണെന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അന്ത്യകർമ്മങ്ങൾ വരെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ആ കുടുംബക്കാർക്ക് അത് എത്രത്തോളം കാണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പോലും നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അത്രയും ഫേവററ്റ് ആയ ഒരു പേഴ്സൺ മരിച്ച ശേഷം അവരെ പറ്റി ഇങ്ങനെ എപ്പോഴും മരണത്തെപ്പറ്റി പറഞ്ഞ ആ ഒരു അന്ത്യകർമ്മങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വൽ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് അത്ര സന്തോഷമില്ലാത്തൊരു കാര്യമാണ് പേഴ്സണലി. പിന്നെ ആ ഒരു ന്യൂസ് ഇങ്ങനെ കാണിച്ച ആൾക്കാരുടെ വികാരത്തെ ഭയങ്കര ഇതാക്കി ആ ഒരു ഇമോഷണൽ ആക്കി കളഞ്ഞു. പക്ഷെ അടുത്ത ദിവസം വരുന്ന ന്യൂസ് ഇങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ പ്രാധാന്യമുള്ള ന്യൂസും അല്ലാത്ത ന്യൂസും ഉണ്ട്. പക്ഷെ ചിലതിന് കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ആ ടൈമിൽ ആൾക്കാരെ എങ്ങനെ പിടിച്ചിരുത്താം എന്നൊരു ഇത് അവിടെ വരുന്നുണ്ട്. അതായത് അവരുടെ വികാരത്തെ എങ്ങനെ ഇതാക്കാം, അവരെ എങ്ങനെ ആ ഒരു ഇമോഷൻസ് വെച്ചിട്ട് കൂടുതൽ വ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി കൃത്യമായ രീതിയിലാണ്, സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
പിന്നെ പറഞ്ഞ പോലെ ഇതിലൊക്കെ ആർക്കാണ് താല്പര്യം ചോദിച്ചു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം ഇന്നത്തെ സൊസൈറ്റിയിലുള്ള യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലരും പല എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ സിവിൽ സർവീസ് നോക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഓവറോൾ ജനറൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൻ PSC ആണെങ്കിലും. അപ്പം നമുക്ക് പൊതുവേ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ന്യൂസ് ചാനൽസാണ് മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഒരു ന്യൂസിൽ ഇവിടുത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പുറത്തെ കാര്യങ്ങൾക്ക് ഫോക്കസ് ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യമുണ്ട്, രാജ്യസഭ TV മറ്റ് TVസിലേക്ക് നമ്മൾ കൂടുതൽ പോയി നോക്കും. പിന്നെ ഫസ്റ്റ് പോസ്റ്റ് ന്യൂസ് അങ്ങനെ പല പല ന്യൂസസ് ഉണ്ട്. അപ്പം ഇൻ്റർനാഷണൽ ന്യൂസ് കൂടുതൽ കിട്ടണമെന്ന് യങ്സ്റ്റേഴ്സിന് ആഗ്രഹമുണ്ട്. പിന്നെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം പുറത്തെ ന്യൂസിന് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ എത്രയോ പേരെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈവൻ നേഴ്സുമാർ ഏറ്റവും കൂടുതൽ മനുഷ്യവിഭവം ഇവിടുന്ന് കടത്തുന്ന സാധനം, അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യവിഭവം എന്ന് പറയുന്നത് നേഴ്സുമാരാണ് നമ്മുടെ ഇവിടുന്ന് പോകുന്നത്. അപ്പം അവർ പുറത്തുള്ളത്. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ ഫോറിൻ കൺട്രീസിനും അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യ ഇപ്പം 4th ആണ് പ്രതിരോധത്തിൽ നിൽക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇന്ത്യ എന്നൊരു രാജ്യത്തിന് ഇനി എത്രത്തോളം മുന്നോട്ട് പോകണം, നാളെ ഒരു ലെവലിൽ എത്തണമെന്ന് നമ്മൾ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് നാളെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ, പുതിയ ബിസിനസ് കൊണ്ടുവരാൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു തീരുമാനമെടുത്ത് വാർത്തയുടെ കവറേജ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാം, പക്ഷെ അത് തന്നെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ന്യൂസ് കൊടുത്ത് നോക്കിയാലല്ലേ നമുക്കറിയാം എത്രത്തോളം ആളുകൾ അതിനെ കൺസ്യൂം ചെയ്യുന്നുള്ളത്. ടെലിവിഷൻ ന്യൂസിൽ പ്രത്യേകിച്ച് അതായത് അതൊരു ലീനിയർ മോഡലായിട്ടാണല്ലോ പോകുന്നത്. നിങ്ങൾ പറയുന്നത് റെപ്രസെന്റേഷൻ ഇല്ല എന്നാണോ? അതായത് ഒരു റെപ്രസെന്റേറ്റീവ് നേച്ചർ ഇല്ല, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഒരു അതിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് നിങ്ങളിലേക്ക് തരുന്നില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് സാർ ചോദിച്ചില്ലേ ആർക്കാണ് ഇതിന് ആവശ്യം, ആരാണ് ഇതിന് കൂടുതൽ കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ രാജീവ് നിങ്ങളും സെയിം പേജിൽ തന്നെയാണ്. രാജീവ് നിങ്ങളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞായിരിക്കും ചിലപ്പോൾ. പിന്നെ ഇത് പ്രപ്പോർഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജേർണലിസം പഠിക്കുന്നത് എന്തിനാണ്? ഒരു പ്രപ്പോർഷൻ കീപ്പ് ചെയ്ത് വേണം ജനങ്ങളിലേക്ക് നമ്മളിത് കൊടുക്കാൻ. അതിനാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് ഇത് പഠിക്കുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ളത്, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത്, പല സർക്കാരിൻ്റെ പോളിസി കാര്യങ്ങൾ, ഇതെല്ലാം ഒരു സൊസൈറ്റി എന്ന നിലയിൽ, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെ സമഗ്രമായി കൊടുക്കുക എന്നത് തന്നെയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ആ പ്രപ്പോർഷൻ കീപ്പ് ചെയ്യുന്നതിന് പകരം അപ്പോഴത്തെ ഐബോൾസ് പിടിക്കുക എന്നതാണ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ദുരവസ്ഥ. അത് ആ മീഡിയത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ ടെലിവിഷൻ ലൈവ് ആണല്ലോ. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ, ഇപ്പോൾ ഷിരൂരിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു VS അച്യുതാനന്ദൻ്റെ ഈ ശവഘോഷയാത്രയിൽ നിന്ന് ക്യാമറ വിഡ്രോ ചെയ്താൽ ആ എൻ്റയർ ഓഡിയൻസ് പോവോ എന്ന പേടിയാണ്. മനസ്സിലായില്ലേ? ആളുകൾ VSൻ്റെ ആരാധകരായ ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി അതിനെ പുതിയ റെലവൻ്റായ വലിയ ഒരു വാർത്ത തന്നെ വന്നുപെട്ടാലും ആ എൻ്റയർ പോപ്പുലേഷൻ പെട്ടെന്ന് അതിൽ നിന്ന് മാറി അടുത്ത ചാനലിലേക്ക് പോകുമോ എന്ന പേടി കൊണ്ടാണ് അതിൽ നിന്ന് ചാനലുകൾ വിഡ്രോ ചെയ്യാത്തത്. ഇതൊരു അങ്ങനെ എളുപ്പം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. പക്ഷേ എല്ലാ വാർത്തകളും കവർ ചെയ്തു പോവുക എന്നത് ഏത് മാധ്യമ സ്ഥാപനവും പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ലോകത്തുള്ള ടെലിവിഷൻ ചാനലുകൾ ഈ പ്രപ്പോർഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെയും കീപ്പ് ചെയ്തു പോയിരുന്നു. അതായത് ഒരു പരിധി വരെ, അല്ലെങ്കിൽ ആവശ്യത്തിന്, അതല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രപ്പോർഷൻ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ വാർത്തയും, പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുക്കുക എന്ന്. ഇപ്പം അത് മാറിയിട്ട് ആ സമയത്ത് പ്രേക്ഷകരെ നമ്മളിലേക്ക് ഹുക്ക് ചെയ്ത് നിർത്തുന്ന എന്തോ അത് മാത്രം മതി. വാർത്ത അതിനിടയിൽ ഇഗ്നർ ചെയ്യപ്പെടുന്നു, തമസ്കരിക്കപ്പെടുന്നു എന്നത് ആരുടെയും ബോധറേഷൻ അല്ലാതായി. അതാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം. ഇതിന് പരിഹാരവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ടെലിവിഷൻ്റെ ഫോർമാറ്റിലല്ലല്ലോ ന്യൂ മീഡിയ. ന്യൂ മീഡിയയിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൊടുക്കാം. അറ്റ് എ ടൈം വേണം 4 ലൈവ് ഒന്നിച്ച് കൊടുക്കാം. 4 ലൈവ് കൊടുക്കാം. ഫ്യൂണറൽ മീൻസ് VSൻ്റെ ഫ്യൂണറൽ അവിടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മണിപ്പൂരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്ന വിധത്തിലാണ് ന്യൂ മീഡിയ മേർജ് ചെയ്ത് വന്നിരിക്കുന്നത്. അതൊരു ആ ഫോർമാറ്റിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. ഫോർമാറ്റിൻ്റെ പ്രശ്നത്തിനപ്പുറമുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അത് ജേർണലിസ്റ്റുകളുടെ തിങ്കിങ്ങിൽ തന്നെ
ഇമ്മീഡിയറ്റ് ആയ പ്രോക്സിമിറ്റി ഉള്ള, വളരെ ഇൻറ്റിമേറ്റ് പ്രോക്സിമിറ്റി ഉള്ള വാർത്തകൾ കൊടുത്താൽ മതി. അതും അതിൽ തന്നെ ഇമോഷണലി ആളുകളെ ഹുക്ക് ചെയ്യുന്ന വാർത്ത മാത്രം കൊടുത്താൽ മതി. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അവരെ ഇൻഫോം ചെയ്യാനോ ഉള്ള വാർത്തകൾ കൊടുക്കണ്ട. അവരെ ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന വാർത്ത മാത്രം കൊടുത്താൽ മതി എന്ന ചിന്ത ന്യൂസ് റൂമുകളെ പിടികൂടിയിരിക്കുകയാണ്. ഇതാണ് ഈ പറയുന്ന നമ്മൾ ഈ സംസാരിക്കുന്ന പ്രശ്നം. നിങ്ങൾക്ക് പക്ഷേ അതിനോട് നിങ്ങൾ ഇത്രയും അവെയറാണ് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യം. അതെ, ഈ ക്രൈസിസ് പക്ഷേ നേരത്തെ ഉള്ളതാ. ഇപ്പോൾ EMS മരിച്ച ദിവസം, ഏഷ്യാനെറ്റ് മാത്രമേ അന്നുള്ളൂ ചാനലായിട്ട്. EMS മരിച്ച ദിവസമാണ് വാജ്പേയി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു BJP മന്ത്രിസഭ വാജ്പേയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ദിവസം തന്നെയാണ്. പിറ്റേന്നിറങ്ങിയ മലയാള മനോരമയിലും കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഏറ്റവും പത്രത്തിൻ്റെ അപ്പർ ഹാഫ് EMSൻ്റെ മരണവും ലോവർ ഹാഫ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും. കേരളത്തെ സംബന്ധിച്ച് അത് തന്നെയാണ് പ്രധാനം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. EMS നമ്മളുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഇത്രയും ഐക്കോണിക്കായ ഒരു ലീഡർ മരിച്ചു പോകുമ്പോൾ അത് ഒന്നാമത്തെ വാർത്തയും പുതിയ കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ വന്നത് രണ്ടാമത്തെ വാർത്തയുമായി ഡിവൈഡ് ചെയ്താണ് കൊടുത്തത്. ടെലിവിഷനിൽ പക്ഷേ എന്ത് സംഭവിക്കും? ഏഷ്യാനെറ്റ് ആദ്യമായി EMSൻ്റെ മരണം ലൈവ് ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന്. അത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു, ഘോഷയാത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ആ ചടങ്ങ്. അവിടെ നിന്ന് ക്രമട്ടോറിയത്തിലേക്ക് എടുക്കുന്ന ആ സമയം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലൈവ് ചെയ്തു. അപ്പോഴും പക്ഷേ വാജ്പേയി മന്ത്രിസഭ വന്നു എന്നത് ലോകത്തെ അറിയിക്കാതിരുന്നിട്ടില്ല. അതെ, അറിയിക്കാതിരുന്നിട്ടില്ല. അത് ആ കാലത്ത് അങ്ങനെ ഒരു പ്രപ്പോർഷൻ കീപ്പ് ചെയ്യും. അത് ആലോചന നടക്കും, ന്യൂസ് റൂമുകൾക്കകത്ത് ആ ആലോചന നടക്കും. ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടി ലോകത്ത് സംഭവിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ ഇടം കണ്ടെത്തണം, അത് കൊടുത്തിരിക്കണം, ജനം ഇത് അറിഞ്ഞു പോകണം. ആ കാലത്ത് അതിനൊരു ഫോർമാറ്റുണ്ട്, ബുള്ളറ്റിൻ ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ടെലിവിഷൻ ഇത് ഉടനീളം കവർ ചെയ്യുക എന്നതാണ് ഇപ്പോൾ ടെലിവിഷൻ്റെ രീതി. ബ്ലെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും മാധ്യമങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിക്കുന്നു. ഇപ്പം നന്നായിട്ട് നോളജ് ഉള്ള ഒരാളെയാണോ അതോ എത്തിക്സ് എല്ലാം പഠിച്ചുകൊണ്ട് പോയ ഒരു ജേർണലിസ്റ്റിനാണോ അവിടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുള്ളത്? PR കൂടി ചേർന്നതാണ് ജേർണലിസം എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും.